ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തു. ഇരുവരുടെയും വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലറുടെ നടപടി വൈകിയെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. ഡീനിനെയും വാർഡനെയും പ്രതി ചേർക്കണമെന്നും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈകിട്ട് വന്ന നടപടിയാണെങ്കിലും അത് സ്വാഗതം ചെയ്യുന്നു. ശരി, എന്തുകൊണ്ട് ഇത്ര വൈകിയെന്ന് എനിക്കറിയില്ല. ഇത് മൂന്നും 4 ദിവസം മുമ്പ് മന്ത്രി ഓർഡർ ഇട്ടതാ. അതിനും മുമ്പേ മകന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാനിത് കാര്യം പറയുക. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഇതിന് പങ്കുണ്ട്, അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും ആരും ചെവിക്കൊണ്ടില്ല, അല്ലെങ്കിൽ ചെയ്തില്ല. ഡീനിന് അത് വ്യക്തമായ പങ്കുണ്ടല്ലോ. ഇതിപ്പോ സസ്പെൻഷനിലാക്കിയാൽ പോരാ, ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ട് അവർ കൊലപാതക കുറ്റത്തിൽ അവര് വിചാരണ നേരിടണം. കൊലപാതക കുറ്റത്തിൽ തന്നെ വിചാരണ നേരിടണം. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും T. സിദ്ദിഖ് MLA ആവർത്തിച്ചു. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ഇപ്പോൾ ചേരുന്നുണ്ട്. ഒപ്പം സുർജിത്ത് അയ്യപ്പത്തും കൂടി ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ ഇത് നടപടി വന്നിരിക്കുന്നു. കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. VCക്ക് ഒരു നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. വിശദീകരണം ചോദിക്കുന്നു. അത് തൃപ്തികരമല്ല എന്ന കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഡീനിനെതിരെയും ഈ വാർഡിനെതിരെയും നടപടി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ, സജോ? ഉന്മേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ നടപടിയാണ് പുതിയ VCയുടെ ഭാഗത്തു നിന്ന് അല്പസമയം മുൻപ് ഉണ്ടായത്. ഹോസ്റ്റൽ വാർഡനും ഡീനുമായ ഡോക്ടർ MK നാരായണൻ, ഒപ്പം അസിസ്റ്റന്റ് വാർഡനായ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുതിയ VC അല്പസമയം മുൻപ് പുറത്തിറക്കിയത്. പ്രധാനമായും ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് നീതിയുക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഇവർ സർവീസിൽ തുടരുന്നത്, അല്ലെങ്കിൽ ഈ പദവിയിൽ തുടരുന്നത് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അതിന്റെ ഭാഗമായി അന്വേഷണ വിധേയമായി ഇരുവരെയും സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ ഇരുവരോടും പുതിയ VC ചുമതലയേറ്റതിന് പിന്നാലെ വിശദീകരണം തേടിയിരുന്നു. ആ നോട്ടീസിന് ഇരുവരും മറുപടി നൽകുകയും ചെയ്തു. അതിൽ ഡീൻ പ്രധാനമായും പറഞ്ഞത് ഈ ക്യാമ്പസിൽ നടന്ന അക്രമ വിവരം താൻ അറിഞ്ഞിട്ടേ ഇല്ല, ഒരു വിദ്യാർത്ഥി പോലും തൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടില്ല, വാർഡന്റെ ചുമതലയുണ്ട്, പക്ഷേ അതൊരു ടെക്നിക്കലാണ്, സാങ്കേതികമാണ്, സ്ഥലത്തേക്ക് പോവുകയോ ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയോ ചെയ്യാറില്ല, അതായത് ഹോസ്റ്റലിലേക്ക് പോകാറായില്ല, ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഈ ദൗർഭാഗ്യകരമായി സംഭവം ഉണ്ടായി, തൊട്ടു പിന്നാലെ തന്നെ ഇടപെട്ടു, സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ എത്തിച്ചു, അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം സമയം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. പോലീസിനെ വിവരം അറിയിച്ചു, കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചു. എന്തെങ്കിലും കുറ്റകൃത്യം മറച്ചു വയ്ക്കുന്നതിനോ മായ്ച്ചു കളയുന്നതിനോ കുറ്റവാളികളെ സഹായിക്കുന്നതിനോ ഇടപെട്ടിട്ടില്ല, എന്തെങ്കിലും തരത്തിൽ വീഴ്ചയില്ല എന്നാണ് ഡീൻ വാദിച്ചത്. അതേസമയം അസിസ്റ്റന്റ് വാർഡൻ പറഞ്ഞത് താൻ സംഭവ സ്ഥലത്ത് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഡീൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും അന്നത്തെ VCയെയും ഇപ്പോഴത്തെ രജിസ്ട്രാറെയും കൃത്യമായി അറിയിച്ചിരുന്നു, അതുകൊണ്ട് വീഴ്ചയൊന്നുമില്ല എന്നതായിരുന്നു വാദം. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന് സസ്പെൻഷൻ ഓർഡറിൽ പുതിയ VC വളരെ കൃത്യമായും പറയുന്നുണ്ട്. ഇത് തൃപ്തികരമല്ല, കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്, വസ്തുതാപൂർവമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്, അന്വേഷണം സ്വതന്ത്രമായിരിക്കണം, ഏതെങ്കിലും തരത്തിൽ ആ അന്വേഷണത്തെ ബാധിക്കരുത്, അതുകൊണ്ട് അവർ പദവിയിൽ തുടരുന്നത് ശരിയാവുകയില്ല, അതുകൊണ്ട് സസ്പെൻഷൻ അനിവാര്യമായി വന്നിരിക്കുന്നു എന്നാണ് ഈ ഉത്തരവിൽ കൃത്യമായും പറയുന്നത്. ഇതിൽ പക്ഷേ കുടുംബവും ഒപ്പം പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം, സിദ്ധാർത്ഥൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു, 3 ദിവസം ആ സംഭവം നീണ്ടു നിന്നു. അതിനിടെ പുറത്ത് പല സ്ഥലത്ത് കൊണ്ടുപോയി, കുന്നിൻ മുകളിൽ കൊണ്ടുപോയി ഹോസ്റ്റലിന്റെ നടുത്തളത്തിലെത്തിച്ചു, പലയിടങ്ങളിലായി ഇത്തരം അക്രമങ്ങൾ നടന്നു. പക്ഷേ എന്നിട്ടും വാർഡൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ? അതിനുശേഷവും കുറ്റം മറച്ചു വെക്കാനോ മായ്ച്ചു കളയാനോ കുറ്റവാളികളെ സഹായിക്കാനോ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇരുവർക്കും പങ്കുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന നിലവിലെ പ്രതികളുടെ പേരിൽ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് 120B ഗൂഢാലോചന കുറ്റം മറ്റുള്ളവരിലേക്ക് കൂടി ചുമത്താം. അതായത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം മറച്ചു വെക്കുകയോ കുറ്റവാളികളെ സഹായിക്കുകയോ തെളിവ് നശിപ്പിക്കാൻ ഇടപെടുകയോ ചെയ്താൽ 120B ചുമത്താം. അതിലേക്ക് പോകണം എന്നതാണ് അവരുടെ ആവശ്യം. നിലവിൽ സർവകലാശാല VC, ഞാനിപ്പോൾ വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലെ സർവകലാശാലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉള്ളത്. ഇവിടെ VC ഉണ്ട്. VCയുടെ ഒരു വിശദീകരണം കൂടി നമ്മൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ വൈകാതെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ VC ഗവർണർക്ക് നൽകിയിരുന്നു. അതിനുശേഷം ഈ വിശദീകരണം ചോദിക്കുകയും മറുപടി ലഭിക്കുകയും അതിന്മേലൊരു പ്രാഥമികമായ റിപ്പോർട്ട് ചാൻസലർ കൂടിയായ ഗവർണറെ അറിയിച്ചു. അതിനുശേഷമാണ് ഈ സസ്പെൻഷൻ ഉത്തരവിലേക്ക് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ, അതായത് നേരത്തെ പ്രോ VC കൂടി
കൂടിയായ മന്ത്രി കൂടി ഇക്കാര്യത്തിൽ നടപടിക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ VC പിന്നീട് വ്യക്തമാക്കിയത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പൊതുവെ എന്തൊരു നടപടി സ്വീകരിക്കുമ്പോഴും അതിലാദ്യം നോട്ടീസ് നൽകണം, വിശദീകരണം വാങ്ങിക്കണം, ആ പ്രൊസീജിയർ പാലിക്കണം, അതിനുവേണ്ടി എടുത്ത സമയമാണ് എന്നതാണ്. ഇത് പക്ഷേ സർവകലാശാലയുടെ ഭരണതലത്തിലുള്ള നടപടിയാണ്. മറ്റെന്തെങ്കിലും തരത്തിൽ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടോ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ വിവേചനാധികാരമാണ്. അത് കുടുംബത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷേ അത് അന്വേഷണ സംഘത്തിന്റെ വിവേചനാധികാരമാണ്. അത്തരം വകുപ്പുകൾ, അതായത് ഇക്കാര്യത്തിൽ ഇതുവരെ ചുമത്തിയ വകുപ്പുകളിലടക്കം അവർക്ക് ചില ആക്ഷേപങ്ങളുണ്ട്. ഒപ്പം കൂടുതൽ പേർ ഇതൊന്നും അറിഞ്ഞില്ല, ഇത്രയും പുറത്തൊക്കെ എത്തിച്ച് മർദ്ദിച്ചു. അതിനുശേഷവും ചില സംഭവങ്ങൾ സ്പോർട്സ് ഡേ അടക്കം ഇവിടെ നടന്നു. ആ സ്ഥലത്തും ഡീൻ പോയി, എന്നിട്ടും ഡീൻ അത് എന്തുകൊണ്ട് അറിയാതിരുന്നു? അതിനുശേഷവും കുറെ കൂടി കാര്യക്ഷമമായ ഇടപെടൽ വേണ്ടിയിരുന്നതല്ലേ? ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉത്തരം വേണ്ടതാണ്. കുടുംബം പലതവണ പറഞ്ഞതാണ്. ഡീൻ പറഞ്ഞത് തനിക്ക് സെക്യൂരിറ്റി ഓഫീസറുടെ ചുമതലയില്ല, റെസിഡന്റ് ട്യൂട്ടർ യഥാർത്ഥത്തിൽ അവിടെ തന്നെ താമസിക്കുന്ന ഒരു വാർഡൻ, അതായത് റെസിഡന്റ് ട്യൂട്ടറുടെ പദവിയാണ്. അങ്ങനെ ഒരാളാണ് അവിടെ ഉണ്ടാവുക. പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം സെക്യൂരിറ്റി സർവീസ്, അത് കൃത്യമായി അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല. അത് സർവകലാശാലയാണ് അക്കാര്യത്തിൽ ഭരണതലത്തിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഡീൻ എന്ന നിലയ്ക്ക് തന്റെ ഉത്തരവാദിത്തം അതല്ല എന്നാണ് നേരത്തെ ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതടക്കം മുഴുവൻ ഈ സംഭവങ്ങൾ ആകെ പരിശോധിക്കുമ്പോൾ ക്രൂരമായ അതിക്രമം നടന്നു. 3 ദിവസം ആ ടോർച്ചർ തുടർന്നു. ക്യാമ്പസിനകത്ത് തന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് മർദ്ദിച്ചു. കുറേയധികം വിദ്യാർത്ഥികൾ അതിന് ദൃക്സാക്ഷികളാണ്. എന്നിട്ടും ഇതൊന്നും, ക്യാമ്പസിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളൊന്നും ഒരു ഡീൻ ആ ഒരു ദൗർഭാഗ്യകരമായ മരണത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നതുവരെ അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അങ്ങനെ അറിയാതിരിക്കുമോ? അസിസ്റ്റന്റ് വാർഡനും ഇത് അറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനുശേഷവും ഈ സംഭവം നടന്നതിന് ശേഷം ഇത് പുറത്തേക്ക് എത്തുന്നതിൽ അല്ലെങ്കിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനും കൂടി ഉത്തരം വേണ്ടതാണ്. പക്ഷേ അത് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും പ്രാഥമികമായി ഈ ആവശ്യത്തിൽ കുടുംബവും മറ്റ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ട സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ ഒടുവിൽ എത്തിയിരിക്കുന്നു. വിശദീകരണം തൃപ്തികരമേ അല്ല എന്ന് പ്രാഥമികമായി VC കണ്ടെത്തിയിരിക്കുന്നു. ഉന്മേഷ്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. സുർജിത്ത്, പ്രതികളുടെ കസ്റ്റഡി, അതിനുവേണ്ടിയുള്ള ശ്രമം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇനിയും എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്? നേരത്തെ തെളിവെടുപ്പ് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, അതിൽ ചിലതൊക്കെ പോലീസ് അവിടെ നിന്ന് കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടതുള്ളത് സുർജിത്ത്? ഉന്മേഷ, ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കമുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഈ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ളവർ ഈ ഹോസ്റ്റലിലടക്കം ഈ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട കുളിമുറി അടക്കം പരിശോധിച്ചതാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാവുന്നത് ഇത് കൊലപാതകത്തിലേക്കുള്ള സാധ്യതയില്ല, ആത്മഹത്യ തന്നെയാണ് എന്നുള്ള തീർപ്പിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പക്ഷേ കുടുംബവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ ആരോപണം ഉന്നയിക്കുന്നത് ഇത് കൊലപാതകം തന്നെയാണെന്നുള്ളതാണ്. പക്ഷേ അത് തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കാനാകുന്ന വിധത്തിലുള്ള തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, ഇതിൻ്റെ കുളിമുറി കുറ്റിയിട്ട നിലയിലായിരുന്നു. അത് പിന്നീട് ചവിട്ടി പൊളിച്ചാണ് അകത്ത് കിടന്ന് മൃതദേഹം ഇറക്കിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 18 പ്രതികൾക്ക് എതിരെയും അറസ്റ്റിലായത് 18 പ്രതികളാണ്. ഈ 18 പ്രതികൾക്കെതിരെയും 120B ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, മർദ്ദനം, തടഞ്ഞു വെക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതിൽ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നയിക്കുന്ന തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം അറിഞ്ഞ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതിയാണ് പോലീസ് നോട്ടീസ് നൽകുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് നടന്നോ എന്നുള്ള പരിശോധന നടത്താനാണ് നോട്ടീസ് നൽകിയത്. 21-ാം തീയതി നാഷണൽ ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ ഒരു കൊറി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഇത് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച്, ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾ, ഇത് നടത്തിയ, അതായത് സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിച്ച ആളുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ പോലീസിന് കൈമാറി. ഉടൻ തന്നെ അന്വേഷണം പോലീസ് ഏറ്റെടുത്തു. അത് കൽപ്പറ്റ DYSP TN സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റെടുത്തത്. അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് പോയി ഈ വീട്ടിലെത്തി മൊഴികളെല്ലാം തന്നെ പൂർണ്ണമായും രേഖപ്പെടുത്തി. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം തുടങ്ങിയത്. എല്ലാ പ്രതികളെയും ഒരു 2 ആഴ്ചക്കകം തന്നെ പൂർണ്ണമായും അറസ്റ്റിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 120B എന്നുള്ള കുറ്റം
കൂടി ചുമത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനി കൂടുതൽ പ്രതികളുണ്ടോ എന്നതുൾപ്പെടെയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലുള്ള തീർപ്പിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉന്മേഷ്. ശരി സുജിത്ത്, പോലീസിന്റെ അന്വേഷണം അങ്ങനെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ജയസിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് നടപടിയിൽ വീഴ്ച ആരോപിച്ച് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിശദാംശങ്ങളുമായി MG പ്രതീഷ് ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം പൂക്കോട് കോളേജിലേക്ക് മാർച്ചുണ്ടായിരുന്നു. അതിന് നേരെ ലാത്തിചാർജ് ഉണ്ടായി. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച്, യൂത്ത് കോൺഗ്രസ് സമരം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണല്ലോ പ്രതീഷ്. ഉന്മേഷ്, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചു കൂടിയായിരുന്നു ഇന്ന് KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഒപ്പം സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കണം, ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണം, കേസിൽ കൊലപാതക കുറ്റം ചുമത്തണം. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് KSU മാർച്ച് നടത്തിയത്. മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും അതൊരു കയ്യേറ്റത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടെ ഒരു പ്രവർത്തകന് പരിക്കേറ്റു. ഈ പരിക്കേറ്റ പ്രവർത്തകനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിന് പിന്നാലെയാണ് ഒരു സംഘർഷ അന്തരീക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായത്. അങ്ങനെ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഒടുവിൽ പോലീസ് ലാത്തിചാർജ് പ്രയോഗിച്ചു. പക്ഷേ ശക്തമായ ഒരു പോലീസ് നടപടി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടായില്ല. പരമാവധി പോലീസ് സംയമനം പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഏറെ നേരം ഒരു സംഘർഷ അന്തരീക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്താണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ഒപ്പം KSU പ്രസിഡന്റ് അടക്കം ഈ നിരാഹാര സമരം ഇരിക്കുന്നത്. ഈ പ്രവർത്തകർക്ക് പിന്തുണയുമായി ഈ നേതാക്കളടക്കം വന്നിരുന്നു. ഈ നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ടാണ് പിന്നീട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ച ഒരു അന്തരീക്ഷം ശാന്തമാക്കി മാറ്റിയത്. പക്ഷേ ഈ യുവജന സംഘടനകളുടെയും ഒപ്പം കോൺഗ്രസിന്റെയും അടക്കം പ്രതിഷേധം ഇനിയും കടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വരും ദിവസങ്ങളിലും പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം. നാളെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. ഒപ്പം MSFം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം ഈ കുടുംബം പറയുന്നത് പോലെ തന്നെ ഡീനിനെയും മറ്റ് അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുകയും കേസിൽ കൊലപാതക കുറ്റം ചുമത്തണം എന്നതുമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇത് സർക്കാർ അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസും അറിയിക്കുന്നത്. ഉന്മേഷ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് കോളേജിലേക്ക് ഇന്നലെ ഉണ്ടായ പ്രതിഷേധ മാർച്ച് നേരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് നടന്നത്. അടുത്തൊരു വാർത്തയിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഈ മാസം 12-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. വിനീത VG ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, നേരത്തെയും ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നതാണ് ED. ഹാജരാകാൻ കഴിയില്ല എന്ന് അന്നും മുൻ ധനമന്ത്രി അറിയിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് ആകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്ക് കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾ, അതിന്റെ തിരക്കുകളൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത്. ഈ മാസം 12-ന് കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് 6ാം തവണയാണ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട TM തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകുന്നത്. ഇതിന് മുൻപ് 5 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അന്ന് ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം അതിന് നിയമവിരുദ്ധമാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ EDയുമായുള്ള മൊഴി രേഖപ്പെടുത്താനോ ഒന്നും തോമസ് ഐസക് പോയിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ആ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ
കിഫ്ബിയിലെ ചില ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. 12-ന് കൊച്ചിയിലെ ED ഓഫീസിൽ രാവിലെ 11 മണിക്ക് മുൻപായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഉന്മേഷ്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ നോട്ടീസിന് അദ്ദേഹം എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി നടക്കുന്ന ഘട്ടത്തിൽ വന്യജീവി ആക്രമണത്തിൽ സംഘർഷവും രാഷ്ട്രീയ പോരും. കോതമംഗലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. DCCയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്ക് പ്രതിഷേധ പ്രകടനമുണ്ടാകും. പോലീസിനെ കാണിച്ച് സമരം ഒതുക്കിക്കളയാം എന്ന് കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് ബന്ധുക്കളുടെ പക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചഴച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത്. ഇന്നലെ DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി എന്താണ്? വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയത്? 1.5 മണിക്കൂർ അറസ്റ്റ് ചെയ്ത DCC പ്രസിഡന്റിനെ എന്തിനാണ് 1.5 മണിക്കൂർ വാഹനത്തിൽ മുഴുവൻ ആ പല പ്രദേശത്തുകൂടി കറക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കണം. കേരളത്തിൽ ക്രിമിനലുകളെ അരിഞ്ഞാടാനാണ് മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത്. പോലീസിനെ വിട്ട് പേടിപ്പിച്ച് സമരം ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചു. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കോതമംഗലം അതിരൂപത രംഗത്തെത്തി. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും സഭ മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരത്തിന് ഇറങ്ങുമെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടിത്തൽ പറഞ്ഞു. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം. അത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. സഭ കാണുന്നത് മനുഷ്യജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മനുഷ്യജീവനെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കുമുണ്ട്. അത് നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. ഇവിടെ ഞങ്ങൾ ജനപ്രതിനിധികളുമായിട്ട് പല പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. അവരും പറയുന്നു ഞങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നേ, ഞങ്ങൾ നിസ്സഹായരാണ് എന്നുള്ള ആ ഒരു ഉത്തരവാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നലെ കോതമംഗലത്തുണ്ടായ സംഭവ വികാസങ്ങളുടെ തുടർച്ച, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കോതമംഗലത്ത് ഇന്നലെ സംഭവിച്ചത് എന്നത് പരിശോധിക്കാം. ആദ്യം വീട്ടുകാർ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക, ഫോറസ്റ്റ് ശരിയാ, പോലീസ് ശരിയാ, നിലപാടെന്നാ നിങ്ങളെ? രാഹുൽ വിജയൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, നേതാക്കൾ ഇടക്കാല ജാമ്യത്തിൽ തുടരുകയാണ്. നാളെ വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വിഷയം വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, ഇന്ന് ഉണ്ടാകുന്ന അതിന്റെ തുടർച്ച. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഉപവാസ സമരപന്തലിൽ ഇപ്പോഴും ഈ നേതാക്കൾ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവർക്ക് ഇടക്കാല ജാമ്യം തുടരുകയാണ്. നാളെയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നത്. ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപകമായിട്ടുള്ള മറ്റു പ്രതിഷേധങ്ങളും സംസ്ഥാന വ്യാപകമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, DCCകളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്.
വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ കുടുംബത്തിന്, ഇന്ദിരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിരാഹാര സമരം എന്തായാലും മാത്യു കുഴൽനാടൻ്റെയും എൽദോസ് കുന്നപ്പള്ളിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ കോതമംഗലത്ത് തുടങ്ങുകയും ചെയ്തത്. മാത്രമല്ല ഇതിനെതിരെ ഈ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പിന്റെ വീഴ്ചയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ കോതമംഗലം രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിൽ നടപടി ഏത് വിധേന ഈ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ ഏത് വിധേനയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി 9-ാം തീയതി അതായത് ശനിയാഴ്ച സർവകക്ഷി യോഗം ഇടുക്കിയിൽ വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ മൃതദേഹവുമായിട്ടുള്ള പ്രതിഷേധത്തിനെതിരെ ഇപ്പോഴും ഇടത് പക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മന്ത്രി പി രാജീവ് അടക്കം ഇതിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു. മൃതദേഹം എടുത്ത് മോർച്ചറിയിൽ നിന്നും ബലമായി പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുള്ള പ്രതിഷേധം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നതാണ്, ഒരു തെറ്റായ പ്രവണതയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധങ്ങൾ തുടരുകയാണ് ആ വിഷയത്തിൽ. കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയും മാത്യു കുഴൽനാടൻ എംഎൽഎയുടെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ബലമായി പിടിച്ചെടുത്തെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മൃതദേഹത്തോട് പ്രതികൾ അനാദരവ് കാട്ടിയെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ വാദം കേട്ടെങ്കിലും കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 2 ഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അഡീഷണലായി 2 ക്രൈം കൂടി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ 2 ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നതും. പിന്നെ ഇപ്പോൾ അഡീഷണലായി 1 ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും അതിനും ഉള്ള വാദങ്ങൾ 2 ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുമെന്നും നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് നിലപാട് ഘടിപ്പിക്കുന്നത്? ഇടക്കാല ജാമ്യം തുടരുകയാണല്ലോ നേതാക്കളുടെ. ശ്രീകാന്ത്, ഇന്ന് കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ പ്രതിഭാഗം പറഞ്ഞത് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഭവ വികാസങ്ങളാണ്. തങ്ങൾ ഒരു തരത്തിലും അക്രമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അത് കോൺഗ്രസ്സുകാർ നടത്തിയ പ്രശ്നമല്ല. നേരെ മറിച്ച് ഈ നാട്ടുകാരും അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും ആശുപത്രിയിലേക്ക് വന്ന നാട്ടുകാരും പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമാവുക മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. പക്ഷേ പോലീസ് ഈ നേതാക്കളെ ജയിലിൽ അടയ്ക്കണമെന്ന വാശിയിലാണ് ഈ കേസുമായി കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്ന് ഇന്ന് കോടതിയിൽ പ്രതിഭാഗം പറയുകയും ചെയ്തു. എന്ത് തരത്തിലുള്ള ഉപാധികളും അംഗീകരിക്കാമെന്നും അവർ പറഞ്ഞു. പക്ഷേ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച പോലീസ് പറഞ്ഞത് ഇവർ മൃതദേഹത്തെ അപമാനിച്ചു, ആശുപത്രിയിലെ സാധനങ്ങൾ തല്ലിത്തകർത്തു, അവിടെ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള തടസ്സം സൃഷ്ടിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഇന്ന് നിരത്തി. കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ഇവരെ 2 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വേണം എന്നുള്ളതായിരുന്നു കോടതിയിൽ പോലീസ് അറിയിച്ചത്. പക്ഷേ പുതുതായി ഒരു വകുപ്പ് കൂടി ഈ പ്രതികൾക്കെതിരെ ചുമത്തിയതിനാൽ ഇന്ന് കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് തുടരും. തൽക്കാലം ജാമ്യത്തിൽ തുടരാം. നാളെ ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ ഇതിൽ സ്ഥിര ജാമ്യം സംബന്ധിച്ച് ഉത്തരവുണ്ടാകും. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നേര്യമംഗലം കാഞ്ഞിരംവേലിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ദിരയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാട്ടിയെന്ന് സഹോദരൻ സുരേഷ് ആരോപിച്ചു. എന്നാൽ പ്രതിഷേധത്തിൽ പരാതിയില്ല എന്നായിരുന്നു ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണന്റെ പ്രതികരണം. കാഞ്ഞിരവേലിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാട്ടാനാക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ആ ഞെട്ടലിലാണ് ഒരു നാടൊന്നാകെ ഇന്ദിരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. 10 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആരോപണവുമായി ഇന്ദിരയുടെ സഹോദരൻ രംഗത്തെത്തി.
മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ ഗുണ്ടായി പാർട്ടിയെ കാണിച്ച പോലീസുകാർ അങ്ങനെ കാണിച്ചു എന്ന് പറയാനില്ല. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അവിടെ വെയിലത്ത് കൊണ്ടുവന്ന് 5-6 മണിക്കൂർ വെച്ചു. അതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. UDF നടത്തിയ പ്രതിഷേധമാണ് സർക്കാർ നടപടി വേഗത്തിലാക്കിയതെന്നും പ്രതിഷേധത്തിനെതിരെ പരാതിയില്ലെന്നും ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു. ജനത്തിൻ്റെ ഉപകാരമാണത്. ജനത്തിൻ്റെ ഉപകാരം അത് അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു. എല്ലാ സഹായവും സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. ഇന്നലെയാണ് കൃഷിയിടത്തിലേക്ക് പോയ ഇന്ദിര കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. നേര്യമംഗലം കാഞ്ചനംവേലിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്ത് 16 ആനകളാണ് എത്തിയത്. ആനയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം വയോധിക കൊല്ലപ്പെട്ടിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ വിജയൻ, ഇത് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണം ഉണ്ടായ ആ സ്ഥലത്തിന് തൊട്ടടുത്താണോ? ഈ ആനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ രാഹുൽ? ഉന്മേഷ്, ആന ഇപ്പോൾ ഒരു ചെറിയ വനമേഖലയിലോട്ട്, ഒരു ചോല വനത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പുഴയ്ക്ക് മറുവശത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ എതിർവശത്താണ് അല്പസമയം മുമ്പ് നമ്മൾ കാട്ടാനകളെ കാണുകയും ചെയ്തത്. ആ ഭാഗത്ത് ആ വനമേഖലയിൽ കാട്ടാനക്കൂട്ടം ഉണ്ട് താനും. ഇത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. അതൊരു തോടാണ്, കൈത്തോടാണ്. ആ കൈത്തോടിലൂടെ ഇറങ്ങി പ്രധാന വഴിയിലൂടെ കയറി അത് മറുവശത്തേക്ക്, അതായത് ഈ ഭാഗത്തേക്ക്, എറണാകുളത്തിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കൃത്യമായും കാണുകയും ചെയ്യുന്നത്. വലിയ ആശങ്ക പരത്തുന്ന ഒരു ദൃശ്യമാണ്. ഇവിടുത്തെ സാധാരണ ജീവിതം എങ്ങനെയാണ്, ദൈനംദിന ജീവിതം എങ്ങനെയാണ്, ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 16 കാട്ടാനകൾ ഒരുമിച്ചാണ് ആ ജനവാസ മേഖലയിലൂടെ ഇങ്ങനെ നടന്ന് ഈ പുഴയരികിലേക്ക്, ഈ പെരിയാറിൻ്റെ തീരത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നലെ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ വനം വകുപ്പിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതായത് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഈ കാട്ടാനകളുടെ വരവ് തടയുന്നതിന് വേണ്ടി, ജനവാസ മേഖലയിൽ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സംഘം ഈ പ്രദേശത്ത് എത്തിയതായിട്ട് നാട്ടുകാർക്ക് അറിയില്ല. മറ്റാളുകൾ ആരും തന്നെ കാണുകയും ചെയ്തിട്ടില്ല. കാട്ടാനകൾ സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണോ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നത്, അതേ രീതിയിൽ തന്നെ അവരുടെ രീതി തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ വളരെ പരിഭ്രാന്തരാണ്. അവരതിൻ്റെ ഒരു പേടി നമ്മളോട് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഈ കാട്ടാനക്കൂട്ടം പ്രധാന പാതയിലേക്ക് ഇറങ്ങിയത്. അവർ ആ ആനയുടെ ഫ്രണ്ടിൽ, അവർക്ക് സാധാരണ പരിചിതമായതുകൊണ്ട് തന്നെ ആനയുടെ ഒരു മണമടിച്ചപ്പോൾ തന്നെ അവർക്ക് പന്തി തോന്നി. അവർ പിന്നിലോട്ട് വലിയുകയായിരുന്നു. അപ്പോൾ തന്നെ അത് റോഡ് മുറിച്ച് കടന്ന് ഈ കൈത്തോട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ കുട്ടികൾ അത്ര പരിചിതമല്ലാത്ത ആളുകളാണ് എങ്കിൽ, ഒരുപക്ഷെ ഈ ആനകളെ അറിയത്തില്ലാത്ത ആൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരിയാണ് ഈ സമയത്ത് വരുന്നതെങ്കിൽ അപകടം ഏത് വിധേന ഉണ്ടാകുമെന്ന് പറയാൻ പോലും കഴിയില്ല. എന്തായാലും വനം വകുപ്പ് ഇതിലൊരു കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാട്ടുകാർ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. 16 ആനകൾ കൂട്ടത്തോടെ, പിടിയാനയുണ്ട്, കൊമ്പനാനയുണ്ട്, കുട്ടിയാനയുണ്ട്, അങ്ങനെ കൂട്ടത്തോടെയാണ് ഈ ആനകളെല്ലാം ഈ കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന ഭാഗത്ത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന് ഇറങ്ങിയത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കാഞ്ഞിരവേലിക്കടുത്താണ് ആനകൾ കൂട്ടത്തോടെ എത്തിയത് എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷൻ എന്ന നടപടിയിൽ പ്രതികരിക്കുകയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഡീനിനെ പുറത്താക്കിയത് നല്ല കാര്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 24-നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ്. മന്ത്രി നമസ്കാരം. ഇപ്പോൾ ഇവിടെ വെറ്റിനറി സർവകലാശാലയിൽ ഡീനിനെ സസ്പെൻഡ് ചെയ്തൊരു നടപടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആദ്യ പ്രതികരണം? ഏറ്റവും നല്ല കാര്യമാണ്. ഞാനങ്ങനെ പറയാൻ കാരണം, നമ്മുടെ പഴയ വൈസ് ചാൻസലർ ഇരുന്ന സമയത്ത് തന്നെ ഇവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യണം, അന്വേഷണ വിധേയമായി എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം ഹോസ്റ്റലിൻ്റെ വാർഡൻ എന്ന നിലയ്ക്ക് ഡീന് അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വാർഡനും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അവരുടെ ചുമതല അവിടെ നിർവഹിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ബേസിൽ ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനം വാക്കാൽ തന്നെ പറഞ്ഞു. ഇന്നിപ്പോൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരും ഈ കുട്ടികളെ പോലെ തന്നെ ഇപ്പോൾ 18-19 പേരോളം അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്തിട്ടുണ്ട്.
അതോടൊപ്പം ഉള്ള അന്വേഷണത്തിൽ ഇവരും കൂടെ ഉൾപ്പെടും. ആ അന്വേഷണം കൃത്യമായ നിലയിൽ നടക്കുക, പ്രതികളാണ് അതല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ശിക്ഷിക്കുക എന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കിടക്കും, അതായത് ഇനി ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കണം, അന്വേഷണം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഈ പ്രോ ചാൻസലർ എന്ന നിലയിൽ നൽകുന്നുണ്ടോ? അല്ല, അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തി പ്രതികളാണ് എന്ന് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് കാണുമ്പോഴാണല്ലോ പിന്നെ അടുത്ത നടപടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെന്തായാലും സസ്പെൻഷൻ നടത്തി അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അടുത്തത് ഈ അന്വേഷണത്തിൽ അവരും കൂടെ പെടും. അവരും കൂടെ ആ അന്വേഷണത്തിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നടപടി പിന്നെന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. എന്തായാലും വളരെ നന്ദി. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇസ്രയേലിൽ ഹിസ്ബുൾ മിസൈൽ ആക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. കൊല്ലം വാടി സ്വദേശി പാറ്റ് നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഇസ്രയേൽ അതിർത്തിയിലുണ്ടായ ആക്രമണത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്കാണ് പരിക്കേറ്റത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. പരിക്കേറ്റ 2 പേരും ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും 2 പേർക്ക് പരിക്ക് പറ്റ് ആശുപത്രിയിലാണ്. അതിലൊരാളുടെ പരിക്ക് കുറച്ച് ഗുരുതരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് ശേഷം അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള സുഹൃത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, എപ്പോൾ മൃതദേഹം വീട്ടിലെത്തിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം? മറ്റെന്തൊക്കെ കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അരുൺ രാജ്? ഉന്മേഷ്, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഔദ്യോഗികമായി നിബിന്റെ മരണം ഇപ്പോൾ എംബസി മുഖാന്തരം വീട്ടുകാരെ അറിയിച്ചിട്ട്. നേരത്തെ സഹോദരൻ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനം മാത്രമായിരുന്നു ഈ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് എംബസി മുഖാന്തരം നിബിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ജില്ലാ ഭരണകൂടം മുഖേന നിബിന്റെ വീട്ടുകാരെ അറിയിച്ചത്. നിലവിൽ നോർക്ക വഴിയടക്കം ഇപ്പോൾ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട്. മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ്. അതിന് 4 ദിവസം കുറഞ്ഞത് വേണ്ടിവരും എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കളോട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിബിന്റെ സഹോദരൻ അവിടേക്ക് ഈ ഇസ്രായേൽ തന്നെ സഹോദരനുണ്ട്. ഈ സഹോദരൻ ഈ ആശുപത്രിയിലേക്ക് ഉടൻ പുറപ്പെടും എന്നുള്ളതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 വീട്ടുകാരുമായി സംസാരിച്ച് മടങ്ങി തുടർന്ന് ജോലി ചെയ്യുന്നതിനിടയിലാണ് 4:30 ഈ വിഷമകരമായ സംഭവം അല്ലെങ്കിൽ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. നിബിനും മറ്റുള്ളവരും ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഈ മിസൈൽ വന്ന് പതിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നിബിന് മാത്രമാണ് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്. മറ്റു 2 പേരും പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഇന്നലെ രാത്രിയിലാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ സഹോദരൻ വീട്ടിലേക്ക് വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. 2 മാസം മുമ്പാണ് നിബിനും സഹോദരനും മികച്ചപ്പെട്ട തൊഴിൽ തേടി ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകുന്നത്. തുടർന്ന് ഈ സംഘർഷ സാധ്യതകളും യുദ്ധഭീതിയും ഉണ്ടായിരുന്നെങ്കിൽ പോലും നിൽക്കുന്ന ഇടം സുരക്ഷിതമാണ് എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തന്നെ ജോലി ചെയ്ത് തുടർന്നു പോരുന്നത്. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അരുൺ രാജാണ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. വടക്ക് തെക്കതിർത്തി പ്രദേശങ്ങളിലുള്ളവർ ഇസ്രായേലിലെ തന്നെ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറണം എന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക്? ഇസ്രായേൽ ലെബനൻ അതിർത്തിക്ക് സമീപം മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പ്രധാനമായും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അതിർത്തി മേഖലയോട് നിലവിൽ സുരക്ഷാ സാഹചര്യങ്ങളും പ്രാദേശിക സുരക്ഷാ ഉപദേശങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പെരുമാറണം. അതിനനുസരിച്ച് തങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇസ്രായേലിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും പ്രത്യേകിച്ച് വടക്ക്
തെക്ക് എല്ലാ ഇന്ത്യൻ പൗരന്മാരും പ്രത്യേകിച്ച് വടക്ക് തെക്ക് അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്നവർ, അവിടേക്ക് സന്ദർശനത്തിനായി എത്തിയവരോ അവിടെ ജോലി ചെയ്യുന്നവരോ ആയ ആളുകൾ ഇസ്രായേലിനുള്ളിലെ തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം എന്നാണ് ഈ നിർദ്ദേശത്തിൽ, ജാഗ്രതാ നിർദ്ദേശത്തിൽ ഇന്ത്യൻ എംബസി ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ നിലവിലുള്ള സാഹചര്യം ഇസ്രായേൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ പൗരന്മാർക്കും, ഇന്ത്യൻ പൗരന്മാർക്കും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന് അറിയിച്ചതായും ഈ മുന്നറിയിപ്പ് സന്ദേശത്തിൽ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം രാജിവെച്ച കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത് ഗാംഗുലി BJPയിലേക്ക് മറ്റന്നാൾ പാർട്ടി അംഗത്വം സ്വീകരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിജിത് ഗാംഗുലി സ്ഥാനാർത്ഥിയായേക്കും. അഴിമതിക്കെതിരെ പോരാടാനും TMCയെ കൂട്ടിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് BJP എന്ന് അഭിജിത് ഗാംഗുലി പ്രതികരിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഒരു അസാധാരണ നീക്കമാണല്ലോ ഇത്, എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ അസാധാരണ നീക്കമാണ്. കാരണം അഭിജിത് ഗാംഗുലി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇന്ന് രാജിവെക്കുകയും അതിനുശേഷം പിന്നീട് സജീവമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ തന്നെ BJP അടക്കമുള്ള പാർട്ടികളിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അഭിജിത് ഗാംഗുലിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. നാളെ BJPയിലേക്ക് ചേരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ പല ഘട്ടങ്ങളിലെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിനുണ്ടായ ശക്തമായ വിധിയെല്ലാം തന്നെ അഭിജിത് ഗാംഗുലിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. നേരത്തെ കൈക്കൂലി കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പല വിധികളും അഭിജിത് ഗാംഗുലിന്റെ പ്രസ്താവിച്ചതായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലൊരു ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ എത്താം. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ ചേരും. അതിനുശേഷം വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. 4 ദിവസത്തെ വിജയ പരമ്പര തകർത്ത ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 195 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,400 താഴെ വ്യാപാരം അവസാനിപ്പിച്ചു. IT, FMCG ഓഹരികളിൽ കനത്ത നഷ്ടം. ഡീലിസ്റ്റ് ചെയ്ത ആപ്പുകൾ പുനഃസ്ഥാപിക്കാൻ ഗൂഗിൾ സമ്മതിച്ചെന്ന IT മന്ത്രി അശ്വനി വൈഷ്ണവ്. വിവാദമായ പേയ്മെന്റ് പ്രശ്നത്തിന് പരിഹാരം കാണും. ഗൂഗിളും സ്റ്റാർട്ടപ്പുകളും തമ്മിൽ ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ. 10% എണ്ണ ഇറക്കുമതികൾക്ക് രൂപയിൽ പണം നൽകണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. പേയ്മെന്റുകൾ രൂപയിൽ സ്വീകരിക്കാൻ പേർഷ്യൻ റിഫൈനറികളോട് ആവശ്യപ്പെട്ടു. നടപടി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യൻ കറൻസിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 560 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 47,560 രൂപയിലെത്തി. ഗ്രാമിന് 70 രൂപ ഉയർന്ന് 5,945 രൂപയായി. വില വർധനയ്ക്ക് കാരണം രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം. ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതിയിൽ ഇടിവ്. കഴിഞ്ഞ മാസം പാം ഓയിൽ ഇറക്കുമതി 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇടിവിന് കാരണം സൂര്യകാന്തി എണ്ണയുടെ ക്രമാനുഗതമായ ആവശ്യകത. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ദുർബല ആഗോള സൂചനകളെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ നേട്ടങ്ങളൊക്കെ കൈവിട്ട് നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IT, FMCG സൂചികകളിലാണ് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. ഏകദേശം 1% വീതം ഓഹരികളാണ് ഈ മേഖലയിൽ ഒക്കെ നഷ്ടമുണ്ടായത്. അതേസമയം ടാറ്റ മോട്ടോഴ്സിന്റെ വിഭജന വാർത്തകളെ തുടർന്ന് ഓട്ടോ മേഖലകളിൽ ഒരു വലിയൊരു നേട്ടം തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 1.5% നേട്ടം ഓട്ടോ മേഖലയിൽ ഉണ്ടായി. അതിൽ ടാറ്റ മോട്ടോഴ്സിന് മാത്രം 3% നേട്ടമാണ് ഉണ്ടായത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ചെറിയൊരു നെഗറ്റീവ് മാർക്ക് പ്രകടമാകും. ഇനി നിഫ്റ്റി 50-ൽ 49 പോയിന്റ് ഇടിവിൽ 22,356 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നത് 22,416 വരെയൊക്കെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് 22,356 വരെയിലേക്ക് നിഫ്റ്റി 50 താഴ്ന്നത്.
ഇനി നിഫ്റ്റി ബാങ്ക് ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പോസിറ്റീവ് മോഡുണ്ട്. 124 പോയിന്റ് ഉണർവിൽ 47,581 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ ഇന്ന് വ്യാപാരം നടക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയൊക്കെ ഒരു പിന്തുണ ഇന്ന് നിഫ്റ്റി ബാങ്കിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ അവിടെ നേരിയ തോതിൽ ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടമാകും. 72 പോയിന്റ് ഇടിവിൽ 20,854 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 195 പോയിന്റ് ഇടിവിൽ 73,677 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ആഗോള സൂചനകളുടെയൊക്കെ ഒരു പ്രകടനം ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇന്നുണ്ടായി എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു സ്വാധീനത്തോടെ ഒരു ഓഹരിയുടെ ഒരു കനത്ത വിൽപ്പന സമ്മർദ്ദം ഇന്ന് ഓഹരി വിപണിയിൽ ഉണ്ടായെന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു രീതിയിലാണ് ഇന്ന് വിപണിയിൽ ഈ ഒരു ചെറിയൊരു ഇടിവിന് കാരണം എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായെത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു ചാഞ്ചാട്ടങ്ങൾക്കൊടുവിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ന് മാർക്കറ്റിൽ വ്യാപാരം അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ റെക്കോർഡുകളൊക്കെ തന്നെ തകർത്ത് ഒരു നെഗറ്റീവ് നോട്ടിലെത്തിയിരിക്കുന്നു. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം ഈ ഒരു നെഗറ്റീവിന് കാരണം? ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു ഇടിവ് പ്രകടമാകുമോ? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് നമ്മുടെ മാർക്കറ്റ് കാലത്ത് തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് മിക്കവാറും അധിക സമയങ്ങളിലും മൈനസിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. എന്നിരുന്നാലും 150 പോയിന്റിനുള്ളിലുള്ള ഒരു വോളറ്റിലിറ്റിയാണ് ഇന്ന് കാണിച്ചത്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനൊന്നും ഇന്നത്തെ മാർക്കറ്റിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ ഉയർച്ചയുടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് ചിലപ്പോൾ 2-3 ദിവസം ഈ കൺസോൾട്ടേഷൻ ഫേസ് ഉണ്ടായിരിക്കും. ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താഴെ വാങ്ങിയിട്ടുള്ള ആളുകൾ മുകളിൽ വരുന്ന സമയങ്ങളിൽ അവർ വിറ്റ് മാറുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതിൽ കൂടെ വരുന്ന ഒരു സെല്ലിംഗ് പ്രഷറും അതിൻ്റെ താഴ്ചയുമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകളിൽ പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പലതും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളൊക്കെ നന്നായിട്ട് ഉയർന്നിരുന്നു. അതുപോലെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകളിൽ നല്ല മൂവ്മെൻറ്റുകൾ ഇന്നും കാണുന്നുണ്ട്. അതുപോലെ ടാറ്റ മോട്ടോഴ്സിലെ അവരുടെ ടാറ്റ മോട്ടോഴ്സ് ഡീമർജ് ചെയ്യാനുള്ള ഒരു തീരുമാനം കമ്പനി എടുത്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ വിഭാഗം ഒരു കമ്പനിയായിട്ടും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മറ്റൊരു കമ്പനിയായിട്ടും 2 കമ്പനികളായിട്ട് ലിസ്റ്റഡ് കമ്പനികളായിട്ട് വരും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലെ ഷെയർ ഉള്ളവർക്ക് 2 കമ്പനികളുടെ ഷെയർ കിട്ടും. അപ്പം അത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് മാർക്കറ്റ് അതിനെ കണക്കാക്കുന്നത്. അത് ഇന്ന് 1065 വരെ ടാറ്റ മോട്ടോഴ്സ് ഉയർന്നിരുന്നു. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണിയിലെ വിൽപ്പന സമ്മർദ്ദം വരും ദിവസങ്ങളിലും തുടരുമോ എന്നൊക്കെ അറിയിക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി ഉന്മേഷ് ശിവരാമൻ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക് ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. പാലാട്ടിൽ എബ്രഹാമിനാണ് പരിക്കേറ്റത്. പറമ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് 62 വയസ്സുള്ള അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. രാഹുൽ സുരേഷ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ ചേരുന്നുണ്ട്. രാഹുൽ, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, അല്പം മുമ്പ് ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു എന്ന വിവരമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കക്കയം സ്വദേശിയായ പാലാട്ടിൽ എബ്രഹാമിനാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. ഇയാളുടെ പറമ്പിൽ ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപോത്ത് അപ്രതീക്ഷിതമായി ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാട്ടുപോത്തിന് മുന്നിൽ തന്നെ പെടുകയായിരുന്നു. തുടർന്നാണ് ഈ എബ്രഹാമിന്റെ നെഞ്ചിൽ കാട്ടുപോത്ത് കുത്തിയത്. ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലുശ്ശേരി ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് പരിക്ക് ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്നലെ കോഴിക്കോട് കൂരാച്ചൂണ്ടിൽ, ഈ കക്കയത്തിന് സമീപമുള്ള കൂരാച്ചൂണ്ടിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് വലിയ
വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം ആയി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടിലേക്ക് തുരത്തി എന്നാണ് ഏറ്റവും ഒടുവിലും വനം വകുപ്പ് വ്യക്തമാക്കിയത്. ഇതേ കാട്ടുപോത്ത് തന്നെയാണോ ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണത്തിന് ഒരു നിമിഷം രാഹുൽ, ഒരു നിമിഷം തുടരും. ഇപ്പോൾ ശ്രീ പൗലോസ്, അദ്ദേഹം ഈ എബ്രഹാമിന്റെ സഹോദരനാണ്, ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പൗലോസ്, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, ഈ കാട്ടുപോത്തിന്റെ ആക്രമണം? ഉച്ച കഴിഞ്ഞ ഇത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നോ എബ്രഹാം അപ്പോൾ? അതെ 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 അതെ. ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ അല്ലേ എബ്രഹാം ഉള്ളത്? മെഡിക്കൽ കോളേജിൽ എത്തുന്നതേ ഉള്ളൂ. അവിടേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ കൂട്ടത്തിൽ പോയവര് പറയുന്നത് മരിച്ചെന്നല്ല. താങ്കൾ അപ്പോൾ അവിടെ എവിടെയാണുള്ളത് ഇപ്പോൾ? അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണോ? അതെ അതെ, ഞാനിപ്പോ പടനിലത്തെത്തി. ഓക്കെ, ഇത് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണോ ശ്രീ പൗലോസ്, ഈ വന്യജീവികളുടെ? അതെ, അവിടെ കാട്ടുപോത്ത് ഈ സൈഡിൽ കൂടെ മുഴുവനും കാട്ടുപോത്ത്. ഇന്നലെ കല്ലാനോട് അങ്ങാടി, കൂരാച്ചുണ്ട് അങ്ങാടിയിലൊക്കെ വന്നല്ലേ. അപ്പം കാട്ടുപോത്ത് ഇതിപ്പോ വനാതിർത്തിക്ക് അടുത്താണല്ലോ സ്ഥലം. അപ്പൊ കാട്ടുപോത്ത് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കാട്ടുപോത്തും ആനയും കുരങ്ങും എല്ലാ സാധനങ്ങളും കൃഷിയിടങ്ങളിൽ ഇറങ്ങിയിട്ട് കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇന്ന് തൊട്ടടുത്ത മേഖലയിലാണല്ലോ ഈ കാട്ടുപോത്തുകളൊക്കെ എത്തിയത്. അപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയതാണോ? അവർ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്തണമെങ്കിൽ തന്നെ പല സ്ഥലത്തും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലായിടത്തും ഇത് എത്തണമെങ്കിൽ ഇവരെ പറഞ്ഞെത്തണമല്ലോ എല്ലായിടത്തും. ഇവർക്ക് ശരിക്കും പിന്നെ ഫെൻസിങ് ഇട്ടിട്ട് ഇവർക്ക് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ഇവർ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ഇനി ഒരുപാട് ജീവൻ പോകും. ആ മേഖലയിൽ അപ്പോൾ ഇത് ഇങ്ങനെ വനവുമായി ചേർന്ന് കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫെൻസിങ് ഇടേണ്ടതുണ്ട്. ഇത് നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ഒരു ആവശ്യമല്ലേ ശ്രീ പൗലോസ്? അതെ അതെ, ഇത് നേരത്തെ ഉന്നയിക്കുന്ന, പക്ഷെ ഇതൊന്നും നടപ്പിലാകുന്നില്ലല്ലോ. ശരി, നന്ദി ശ്രീ പൗലോസ് പ്രതികരണം അറിയിച്ചതിന്. താങ്കൾ അവിടേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിബിൻ ജോസ്, അദ്ദേഹം ആ നാട്ടുകാരനാണ്, നിബിൻ ജോസ് കൂടി ചേരുന്നുണ്ട്. നിബിൻ ജോസ്, ദാരുണമായ ഒരു സംഭവമാണ്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കാട്ടുപോത്തിന് ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. സമാനമായ രീതിയിൽ കൃഷിയിടത്തിൽ വെച്ചാണ് നേര്യമംഗലത്ത് വയോധികയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ സമാനമായ രീതിയിൽ കൃഷിയിടത്തിൽ വെച്ച് ഈ എബ്രഹാമിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരങ്ങൾ ശ്രീ നിബിൻ ജോസ്? ഇത് 2-3 ദിവസമായിട്ട് ഇവിടെ കാട്ടുപോത്തിന്റെ ശല്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ കൂരാച്ചിന്റെ അങ്ങാടിയിൽ ഇറങ്ങി ഒരു കാട്ടുപോത്തിനെ അവർ ഓടിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇന്ന് രാവിലെ ആ ഭാഗത്ത് തന്നെ ഒരു വീടിന് മുറ്റത്ത് കാട്ടുപോത്ത്. അതിനുശേഷമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ് ഒരു വിനോദസഞ്ചാരിനെ ഡാമിൽ നിന്ന് കാട്ടാന കുത്തി ആക്രമിക്കുന്നത്. അതും അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ തന്നെയാണ്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ സഹകരണം ഉണ്ടാകുന്നില്ല. ഇതിന്റെ കഴിഞ്ഞ ഒരു മാസത്തിനായിട്ട് കാട്ടാന ശല്യം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ശരി, നന്ദി ശ്രീ നിബിൻ ജോസ്. അവിടെ ജീവിതമാകെ ദുരിതത്തിലാണ് എന്നാണ് നിബിൻ ജോസ്, അദ്ദേഹം നാട്ടുകാരനാണ്, പ്രതികരിച്ചത്.